ഹോ, ഈ ഡയറ്റൊക്കെ തുടങ്ങിയാൽ പിന്നെ എന്തൊക്കെ സഹിക്കണം അല്ലേ? പ്രത്യേകിച്ച് ഈ ഫുഡിന്റെ കാര്യത്തിൽ. ഇഷ്ടപ്പെട്ട ഫുഡ് വല്ലതും കഴിക്കാൻ പറ്റുമോ? ഇല്ല. മിക്കപ്പോഴും ദാ ഇതുപോലെ കുറെ സാലഡും ഉണക്ക ചപ്പാത്തിയും തന്നെയായിരിക്കും മെയിൻ. അപ്പൊ ഈ ഷവർമയൊക്കെ കഴിക്കാൻ തോന്നിയാ എന്ത് ചെയ്യും? ഇന്നതിന് ബേജാറാവണ്ട. ഇത് വെച്ച് തന്നെ നമുക്കൊരു ഹെൽത്തി ഹോം മെയ്ഡ് ഷവർമ ഉണ്ടാക്കാം. ഈ ഒരു ഐറ്റം ജിമ്മന്മാർക്കും ജിമ്മത്തികൾക്കും ഡയറ്റ് എടുക്കുന്നവർക്കും അല്ലാത്തവർക്കും വീട്ടിലിരിക്കുന്നവർക്കും കുട്ടികൾക്കും വയസ്സായവർക്കും എല്ലാം പേടിക്കാതെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. ഇതിന് വേണ്ട മെയിൻ ഐറ്റമാണ് സോയ ചങ്ക്സ്. ഇതിൽ പിന്നെ ഹൈ പ്രോട്ടീൻ ആൻഡ് ഫൈബർ ഉള്ളതുകൊണ്ട് ഇത് കഴിക്കുന്ന ഹെൽത്തിന് വളരെ നല്ലതാണ്. അതവിടെ ഇരുന്ന് ആവണ നേരം കൊണ്ട് നമുക്കിവിടെ കയ്യിലുള്ള വെജീസ് ഒക്കെ അരിഞ്ഞ് പറക്കി വെക്കാം. ഇതിൽ വേണം ക്യാപ്സിക്കോ, ക്യാരറ്റോ, ക്യാബേജോ എന്ത് വേണോ ചേർക്കാം, നോ പ്രോബ്ലം. ഇനി ഈ സോയ ചങ്ക്സിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഓവർ മസാലയുടെ ആവശ്യമൊന്നുമില്ല. ഇതിന്റെ സൗന്ദര്യം നമ്മൾ വെറുതെ കളയണ്ട. ഇതിനി ഒരു തുള്ളി ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു സാധനം സാലഡിലൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ കിഡിലും ഐറ്റമാണ്. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഹെൽത്തി മയോണൈസും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഐറ്റമാണ് ബോയിൽ ചെയ്ത എഗ്ഗ്. ഇതിന്റെ കൂടെ 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു പിഞ്ച് സോൾട്ടും ഒരു പിഞ്ച് പഞ്ചസാരയും പിന്നെ ഒരു സ്വല്പം വിനാഗിരി, കുറച്ച് പാല് മതി. കാര്യം കഴിഞ്ഞു. പഞ്ചസാരയും വിനാഗിരിയും തികച്ച ഓപ്ഷണലാണ്. വിനാഗിരിക്ക് പകരം വേണമെങ്കിൽ ലെമൺ ജ്യൂസും ചേർക്കാം. മയോണൈസ് അഡിക്റ്റ് ആയവർക്കും കടയിൽ പോയി ബായി കുറച്ച് മയോണൈസ് എന്ന് പറയുന്നവർക്കും ഹെൽത്ത് നോക്കണമെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അരിഞ്ഞു വെച്ചേക്കുന്ന വെജീസും സോയ ചങ്ക്സും മയോണൈസും ഒക്കെ കൂടെ മിക്സ് ചെയ്യുക, ചപ്പാത്തിയിൽ റോൾ ചെയ്യുക. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. സത്യം പറഞ്ഞ ഈ ഒരു സാധനം വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെന്നാണ് വിചാരിച്ചത്. പക്ഷെ തിന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോടാ, കിടിലൻ സാധനം. ഇത് ജിമ്മിൽ പോകുന്നതിന് മുമ്പായാലും ജിമ്മിൽ പോയിട്ട് വന്നതിന് ശേഷമായാലും എപ്പോൾ വേണോ കഴിക്കാം. കാരണം ഇത് ഹെൽത്തിയാണ്. കടയിലെ ഷവർമ കഴിച്ചിനി എക്സ്ട്രാ 1 മണിക്കൂറൂടെ വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യം ഇതിൽ വരുന്നില്ല. ഇനിയിപ്പോൾ കടയിലെ ഷവർമ കഴിച്ചു എന്നുള്ളൊരു കുറ്റബോധം വേണ്ട. വീട്ടുകാരെയും ട്രെയിനറിന്റെയും പള്ളും കേൾക്കണ്ട. സംഭവം എന്തായാലും ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട സ്ഥിതിക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോ. പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ.